നമസ്കാരം. അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട്ടേക്ക് മാറ്റിയ കാട്ടുകൊമ്പൻ ചരിയാൻ കാരണമായത് വനംവകുപ്പിന്റെ അനാസ്ഥയോ? ചികിത്സയിൽ വലിയ പിഴവുണ്ടായി എന്നാണ് വിലയിരുത്തൽ. ജനുവരി 12 മുതൽ ആന മുറിവുമായി അലഞ്ഞു തിരിയുന്നുണ്ടെന്ന വിവരം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും 24-ലാണ് ആദ്യഘട്ട ചികിത്സ ലഭ്യമാക്കിയത്. ഈ കാലതാമസമടക്കം വലിയ വീഴ്ചയായി. കാട്ടിൽ നിന്ന് ആനയെ നാട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയുള്ള രക്ഷാപ്രവർത്തനം വേണ്ടെന്ന നയമാണ് ആദ്യം സ്വീകരിച്ചത്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടു. എന്നാൽ ഈ ചികിത്സ ശരിയായ രീതിയിലായിരുന്നില്ല. ഒരു മാസത്തോളം രക്ഷാപ്രവർത്തനം വൈകിയതോടെ മസ്തകത്തിലെ വ്രണം ഒരു അടിയോളം ആഴത്തിലേക്ക് വ്യാപിച്ചു. കാട്ടാനകളുടെ പ്രജനന കാലത്ത് കൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതും പരിക്കേൽക്കുന്ന ആനകൾ ചരിയുന്നതും സ്വാഭാവികമാണെന്നും ഇതിലൊന്നും ചെയ്യാനില്ലെന്നുമായിരുന്നു വനംവകുപ്പ് ആദ്യമെടുത്ത നിലപാട്. ആനയുടെ ദുരവസ്ഥ വാർത്തയായതോടെയാണ് ഒന്നാം ഘട്ട ചികിത്സയ്ക്ക് തീരുമാനമെടുത്തത്. മയക്കുവെടി വെച്ച് വീഴ്ത്തിയ ശേഷം വെടിയേറ്റുണ്ടായ മുറിവാണോ എന്ന പരിശോധനയാണ് ഫലത്തിൽ നടന്നത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് വെടിയുണ്ട ഏറ്റിട്ടില്ലെന്ന് ഉറപ്പിച്ച ശേഷം മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ച ശേഷം ആനയെ പോകാൻ അനുവദിച്ചു. മുറിവിൽ പുഴുക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള കുത്തിവയ്പ്പടക്കം മറ്റ് ചികിത്സകളൊന്നും ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട്. മുറിവിന്റെ സ്വഭാവവും ആഴവും പഠിച്ച ശേഷം തുടർ പരിചരണം പദ്ധതിയാക്കിയില്ല. ഇതോടെ സ്വാഭാവിക മരണമെന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ചികിത്സയ്ക്കായി കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആന രക്ഷപ്പെടാൻ 30% മാത്രമാണ് സാധ്യതയുള്ളതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇന്നലെ രാവിലെ ആനയുടെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് വ്യാപിച്ചിരുന്നു. ദിവസങ്ങളോളം ഉറക്കം വിളിച്ച് കാത്തിരുന്ന ശേഷമാണ് ദൗത്യസംഘത്തിന് കഴിഞ്ഞ ദിവസം രാവിലെ 7:15 മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി വെക്കാനായത്. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെച്ചത്. തുടർന്ന് മരുന്നുകൾ കുത്തിവെച്ചു. ശരീരം തണുപ്പിക്കുന്നതിന് വെള്ളം പമ്പ് ചെയ്തു. കുങ്കിയാനകളുടെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച് അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട്ടെത്തിച്ചു. കൊമ്പന്റെ മസ്തകത്തിലെ മുറിവിന്റെ 30 സെന്റിമീറ്ററോളം ആഴമുണ്ടായിരുന്നു. പുഴുവരിച്ച മുറിവ് പഴുപ്പ് നിറഞ്ഞ അവസ്ഥയിലുമായിരുന്നു. ജനുവരി 11-നാണ് മുറിവേറ്റ കാട്ടാനയെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാടുകളിൽ കണ്ടത്. കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാകാം മുറിവേറ്റതെന്നാണ് കരുതുന്നത്. 24-ന് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയെങ്കിലും മുറിവ് ഉണങ്ങിയില്ല. അവശ്യ നിലയിലായതോടെയാണ് പിടികൂടി ചികിത്സിക്കാൻ തീരുമാനിച്ചത്. അഭയാരണ്യത്തിൽ എത്തിച്ച ശേഷം മുറിവുണങ്ങാനുള്ള മരുന്നുകൾ നൽകിയിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലായിരുന്നു കൊമ്പനെ താമസിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ചികിത്സ ഏറെ വൈകിപ്പോയി. ഇതാണ് കാട്ടാന ചരിയാൻ കാരണമായത്.